ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഈ നെക്ക് ഡിസൈൻ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ക്യാൻവാസ് വെച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ ആദ്യം ലൈനിങ് ക്ലോത്തും നല്ല ക്ലോത്തും കൂടെയും കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. ചുരിദാറിൻ്റെ ടോപ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് ക്യാൻവാസ് രണ്ടായിട്ട് മടക്കിയിടാം. രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് നമ്മൾ എത്രയാണോ നെക്ക് വിഡ്ത്ത് വേണ്ടത് അത് മാർക്ക് ചെയ്യുക. ഞാനിവിടെ 3.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. 3.5 ഇഞ്ചിൽ നിന്നും 1 ഇഞ്ചും കൂടെ എക്സ്ട്രാ മാർക്ക് ചെയ്ത്, കാരണം ഷോൾഡറിൻ്റെ അങ്ങോട്ട് ഒരു ഇഞ്ച് വീതിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമ്മൾ നെക്കിൻ്റെ ലെങ്ത്ത് എന്തോരാണെന്ന് നോക്കാം. നെക്കിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ 5.5 ഇഞ്ചാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 5.5 ഇഞ്ചിൻ്റെ അവിടെ നമ്മൾ നെക്ക് വിഡ്ത്ത് എത്രയാണോ 3.5 കൂടെ മാർക്ക് ചെയ്തിട്ട് ഒരു ബോക്സ് പോലെ വരച്ചെടുക്കാം. ഇനി നമുക്ക് ആ ക്യാൻവാസിന് എന്തോരം ടോട്ടൽ ലെങ്ത്ത് വേണമെന്ന് മാർക്ക് ചെയ്യാം. ഞാനിവിടെ 15 ഇഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മേളിൽ ഒരു 12.5 ഇഞ്ചിൻ്റെ അവിടെയായിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അത് കർവ് ചെയ്ത് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 2-2.5 ഇഞ്ച് മേളിലോട്ട് നിൽക്കാൻ പാകത്തിനാണ് കർവ് ചെയ്ത് വരയ്ക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് അവിടെ നമ്മൾ 12 ഇഞ്ച് മാർക്ക് ചെയ്തത്. ഇനി നമുക്ക് ക്യാൻവാസിൻ്റെ താഴ്ഭാഗം ഒന്ന് റൗണ്ടാക്കി കൊടുക്കാം. കൈകൊണ്ട് ചെയ്യാൻ അറിയാവുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഞാനിവിടെ നമ്മൾ എംബ്രോയ്ഡറിക്ക് ചെയ്യുന്ന റൗണ്ട് എടുത്തിട്ടാണ് നെക്കിലും താഴെയും റൗണ്ട് ഷേപ്പ് കൊടുക്കുന്നത്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിത് നമ്മുടെ ക്ലോത്തിലേക്ക് അയൺ ചെയ്ത് കൊടുക്കാം. അതിന് നമ്മുടെ ക്ലോത്തിൻ്റെ ചീത്ത വശത്തേക്ക് ഈ ക്യാൻവാസിൻ്റെ ഗ്ലോസിങ് ആയിട്ടുള്ളൊരു സൈഡുണ്ട്. ആ സൈഡിലാണ് ഗ്ലൂ ഉള്ളത്. ആ സൈഡ് വെച്ചിട്ട് നമുക്ക് ശരിക്കും അയൺ ചെയ്യാം. അപ്പം നല്ല ചൂട് കൊടുത്ത് അയൺ ചെയ്യുമ്പോൾ അത് അതിലേക്ക് തന്നെ സ്റ്റിക്കായിരുന്നോളും. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ക്യാൻവാസിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം ക്ലോത്ത് കട്ട് ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ട്. നെക്കിൻ്റെ അടുത്ത് ക്ലോത്ത് കട്ട് ചെയ്യേണ്ട, ചുറ്റുമുള്ള ക്ലോത്ത് മാത്രം കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ക്യാൻവാസ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അതിന് മുന്നേ നമുക്ക് ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും ആയിട്ട് ജസ്റ്റ് ഒന്ന് ഒരു സ്റ്റിച്ച് കൊടുക്കുക, കാരണം തെന്നി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ലൈനിങ് ക്ലോത്തിലേക്ക് നമ്മുടെ ക്യാൻവാസിൻ്റെ നല്ല വശം വരാൻ പാകത്തിന് വെച്ചിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ മെയിൻ ക്ലോത്താണ് ഏറ്റവും താഴെ, അതിൻ്റെ മേളിൽ ലൈനിങ് ക്ലോത്ത്, അതിൻ്റെ മേളിൽ ക്യാൻവാസ്. അതും ക്യാൻവാസിൻ്റെ നല്ല വശം ലൈനിങ് ക്ലോത്തിനോട് ചേർന്നിരിക്കാൻ പാകത്തിനാണ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ക്യാൻവാസിൻ്റെ സൈഡിൽ കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. നെക്കിന് റൗണ്ടായിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കാം. ഇനി നെക്കിൻ്റെ അവിടുത്തെ ക്ലോത്ത് നമുക്കൊരു 1/4 ഇഞ്ച് വിട്ടിട്ട് റൗണ്ടിൽ കട്ട് ചെയ്ത് മാറ്റാം. ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ നോർമലി നെക്കിന് ചുറ്റും ഒരു സ്റ്റിച്ച് കൊടുക്കുന്ന പോലെ സ്റ്റിച്ച് ചെയ്യുക. കൂടെ ക്യാൻവാസും മെയിൻ ക്ലോത്തിലേക്കും കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഈ ചെയ്യുന്ന സ്റ്റെപ്പ് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഒഴിവാക്കാട്ടെ. ഞാൻ എൻ്റെ കയ്യിൽ സീക്വൻസ് ഉള്ളതുകൊണ്ട് കൊടുക്കണതാണ്. വെച്ച് നോക്കിയപ്പോൾ നല്ല രസമുള്ളത് തോന്നി. ഒരു 1/2 ഇഞ്ചും 1 ഇഞ്ചൊക്കെ ഗ്യാപ്പ് ഇട്ട് കൊടുത്തു നോക്കി. അങ്ങനെ കൊടുത്തു നോക്കിയപ്പോൾ രസമുണ്ടായിരുന്നു. പ്ലെയിനായിട്ട് കാണുന്നതിലും ഭംഗി ഉണ്ടായിരുന്നു. പിന്നെ കൈകൊണ്ട് തുന്നി പിടിപ്പിക്കേണ്ടതായിട്ടുള്ള പാടൊന്നുമില്ലല്ലോ, വെറുതെ സ്റ്റിച്ച് ചെയ്ത് പോയാൽ പോരെ. അങ്ങനെ അതായത് സീക്വൻസ് ഉള്ളവർ കൊടുത്ത് നോക്കൂ, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല.
അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, യൂസ്ഫുള്ളായി, എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.